കഴിഞ്ഞ ദിവസങ്ങളിലായി അയ്യപ്പ സംഗമത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശബരിമലയും ഒപ്പം തന്നെ അയ്യപ്പ സംഗമത്തിന് ശേഷം NSS നിലപാട് വ്യക്തമാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം NSS അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുന്നു. അതൊരു സന്ദേശമായിരുന്നു. അതിനുശേഷം ദേശീയ മാധ്യമത്തിനൊക്കെ നൽകിയ അഭിമുഖത്തിലൂടെ എന്താണ് തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയതാണ്. അത് ഇടതുപക്ഷത്തോട് അടുക്കുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ തള്ളിപ്പറയുന്നത് കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ച് അയ്യപ്പ സംഗമത്തിൽ ഹിന്ദുമത സംഘടന, സമുദായ സംഘടന നേതാക്കളെ എത്തിക്കാനായി എന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതിന് പിന്നാലെയാണ് NSSന്റെ ഈ തുറന്നു പറച്ചിൽ കൂടി ഉണ്ടാകുന്നത്. അതപ്പോൾ ഒരു ബോണസായി കൂടി വരുന്നു. ആ രീതിയിൽ NSS ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു എന്ന സാഹചര്യം വരുമ്പോൾ ആ ഡാമേജ് കൺട്രോളിനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. G. സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നു. നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ NSSനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ട്. അത് സുകുമാരൻ നായരുടെ വാക്കുകളിലൂടെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു മെസ്സേജായി തന്നെ വേണം കാണാൻ. ആ സന്ദേശം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു എന്നത് വേണം ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അനുനയ നീക്കം കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം എന്ന കോൺഗ്രസ് നിലപാട് NSSനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് UDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടുകയാണ്. NSSുമായി ഒരു അഭിപ്രായ ഭിന്നതയുമില്ല എന്ന് VD സതീശൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് UDF പോയിരുന്നുവെങ്കിൽ അപഹാസ്യരാകുമായിരുന്നു എന്ന സാഹചര്യം കൂടി VD സതീശൻ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ അയ്യപ്പ സംഗമം എന്നത് ഒരു വിഷയം മാത്രമാണ്. അതിനപ്പുറം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകളാണ് NSSനെ കൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും ആ സാഹചര്യങ്ങളിൽ ഒരു അനുനയ നീക്കത്തിനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. VD സതീശന്റെ ഇന്നത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കാണാം. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത്. ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു. അവിടെ 4200 പേര് വരുമെന്ന് പറഞ്ഞിട്ട് 600 ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത്, ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. NSSുമായി എല്ലാ കാലത്തും കോൺഗ്രസിന് സൗഹൃദം എന്നതാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ഒപ്പം തന്നെ ശബരിമലയിൽ കോൺഗ്രസ് നിലപാടിൽ മാറ്റമില്ലെന്നും സാമുദായിക സംഘടനകൾക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാമെന്നും K. മുരളീധരൻ പറയുന്നു. NSSുമായി ഒരു തർക്കത്തിനുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. അങ്ങനെ നേതാക്കൾ തുറന്നു പറച്ചിലൂടെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ NSSന് അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള, അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത് മാത്രമല്ല, നേരിൽ കണ്ടു തന്നെ അത്തരമൊരു നീക്കം നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. NSSുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കുന്നു. രാഷ്ട്രീയമായി UDFന് തിരിച്ചടി എല്ലാ കാലത്തും NSSന്റെ നിലപാട് സമദൂര നിലപാടാണെന്ന് പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിൽ നിന്നും വ്യത്യാസമാണ്. ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. മാത്രമല്ല, ശബരിമലയിലെ ഈ വിഷയമുണ്ടായപ്പോൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനമെടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ്. NSS നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ നടത്തിയ കേസുകൾ, ഇതൊന്നും പിൻവലിക്കാൻ തയ്യാറാവാത്ത സർക്കാർ എന്ത് മാറ്റമാണ് അവരുടെ നയത്തിൽ വരുത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ വരും വരായികൾ എന്താണെങ്കിലും ശരി,
ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. ഞാൻ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനുമില്ല, പണ്ടും ഇല്ല, ഇന്നും ഇല്ല, നാളെ നമ്മൾ തർക്കത്തിന് പോകാനില്ല. നമ്മളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ നമുക്ക് വേണ്ടത് എന്താ, വിശ്വാസ സംരക്ഷണം ഇവിടെ നടക്കുമോ ഇല്ലയോ, അതാ പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഒരു തർക്കത്തിനുമില്ല, അനുരഞ്ജന ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നതും വ്യക്തമായിരിക്കുന്നു. NSSന്റെ ഈ തുറന്നു പറച്ചിൽ, NSSന്റെ അയ്യപ്പ സംഗമത്തിലെ സാന്നിധ്യം, പിന്നീട് സുകുമാരൻ നായർ നടത്തിയ തുറന്നു പറച്ചിൽ, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്, BJPയെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് തുറന്നു പറയുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ ഇടപെടലും ആത്മാർത്ഥതയില്ലാത്തതാണ്. അവർ ആദ്യം തിരിഞ്ഞു നോക്കിയില്ല, പിന്നീട് ജനങ്ങൾ അത് ഏറ്റെടുത്തപ്പോഴാണ് NSSന്റെ സമരത്തിനൊപ്പം കോൺഗ്രസ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി കൂടി പ്രാധാന്യം എന്നത് NSSന്റെ സമദൂരത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നു എന്ന വ്യക്തമായ സൂചനകൾ സുകുമാരൻ നായരുടെ വാക്കുകളിൽ വന്നപ്പോൾ തന്നെയാണ്. ഇതിൽ PC ജോർജിന്റെ ഒരു പ്രതികരണം, ഇതിങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ സുകുമാരൻ നായർ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു എന്ന് അറിയില്ല എന്ന തരത്തിലൊക്കെയാണ് PC ജോർജിന്റെ ഒരു പ്രതികരണം വരുന്നത്. എന്തായാലും അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സന്യാസി സമൂഹത്തെ ഒന്നിപ്പിക്കാനൊക്കെ BJPയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു. അപ്പോൾ ഹിന്ദു സമുദായ അംഗങ്ങളെ ഒപ്പം നിർത്തുന്നതിന് ഉള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ശക്തിപ്പെടുത്തുക തന്നെയാണ്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, കാലാകാലങ്ങളായി NSSന്റെ പിന്തുണ കോൺഗ്രസിന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു അടിസ്ഥാന വോട്ട് എന്ന തരത്തിൽ തന്നെ അവർ കണ്ടിരുന്നതാണ്. എല്ലാ കാലത്തും സമദൂരം എന്ന് പറഞ്ഞാലും കോൺഗ്രസിനോട് അടുത്തു നിൽക്കുന്നതായിരുന്നു NSSന്റെ നിലപാടുകൾ. അതിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സുകുമാരൻ നായർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയും അത് പരസ്യമാക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉടലെടുത്തിരിക്കുകയാണ്. പിന്നീട് മാത്രവുമല്ല, NSS എന്തുകൊണ്ട് ഇത്തരം ഒരു നിലപാട് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആത്മാർത്ഥമാണോ NSSന്റെ ഈ നിലപാട്, അതോ ആർക്കെങ്കിലുമുള്ള സന്ദേശമാണോ എന്ന തരത്തിൽ കൂടി ചർച്ചകൾ ബലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്ന കാലഘട്ടത്തിന് ശേഷമാണ് കോൺഗ്രസും NSSും തമ്മിലുള്ള ഈ അകൽച്ച എന്നത് വളരെ പ്രകടമാണ്. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാനില്ല എന്നത് VD സതീശന്റെ പ്രഖ്യാപിത നിലപാടാണ്. അന്ന് മുതലുള്ള ഈ അകൽച്ച നമുക്ക് പ്രകടവുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണോ NSS നടത്തുന്നത് എന്ന തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അനുരഞ്ജന നീക്കത്തിലേക്ക് എത്തുന്നത്. VD സതീശൻ തന്നെ അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യങ്ങൾ. അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നു. എന്തായാലും ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന്റെ കൂടി പിന്തുണ ഇത്തരം നീക്കത്തിന് പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തി ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും താക്കോൽ സ്ഥാനം പറഞ്ഞുകൊണ്ട് ഉള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നേരത്തെയും NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിർണായക ഇടപെടൽ വീണ്ടും NSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസ് എങ്ങനെ പരിഹരിക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏത് തരത്തിൽ അവർ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും വളരെ നിർണായകമായിരിക്കും.